ആ അസ്സലാമലൈക്കും. വലൈക്കും സലാം. എത്ര നേരമായി ഞാൻ കാത്തു നിൽക്കുന്നത്? എനിക്ക് വാടകക്കാരെ കൊണ്ടെടുക്കുന്ന പണിയല്ല, എൻ്റെ പണിൻ്റെ സ്വഭാവം എനിക്കറിയാലോ. ചൂടാവല്ലേ? ദുബായിൽ ആർക്കെങ്കിലും പറഞ്ഞ സമയത്ത് എത്താൻ കഴിയോ? അതൊക്കെ പോട്ടെ, എവിടെ നമ്മൾ കക്ഷി? കാത്തു നിന്ന് ഇപ്പോൾ മൂത്ര വയ്ക്കാൻ പോയിടും പോരും മുയലളിയപ്പോൾ അല്ലേ? ആ ആകെ പോട്ടെ. വാടകൻ്റെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാം ടീക്കാ. ആ ടീക്ക് എന്നൊക്കെ പറഞ്ഞിട്ടേ അവസാനം വാടക എൻ്റെ കീശയെന്ന് എടുത്തു കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായത്. ഒരുത്തനെയും കൂടി കൊണ്ടുപോയി ഫിറ്റ് ചെയ്താൽ അത്രയും കൂടി വാടക കുറഞ്ഞിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. റൂമിൽ സ്ഥലം ഉണ്ടായിട്ടല്ല. ഞാൻ 2 ആഴ്ച കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോകും. റൂമിൽ ആളില്ലല്ലോ എന്ന് കരുതി വാടക കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതാണല്ലോ ദുബായിൻ്റെ അവസ്ഥ, എനിക്കറിയാലോ. അപ്പോൾ ആ സ്പേസിൽ ഒരാളും കൂടി കയറ്റി വാടക അഡ്ജസ്റ്റ് ചെയ്യാലോ എന്ന് കരുതിയിട്ടാ ഞാൻ ഈ സാഹസത്തിന് ഒരുങ്ങിയത്. മനസ്സിലായില്ലേ? ആഹാ, ആള് തെത്തി. കുഞ്ഞാണി, ഇപ്പം എനിക്ക് സമാധാനമായി. എൻ്റെ സമാധാനം പോയി. നിങ്ങൾ പരിചയക്കാരല്ലേ? അപ്പം എൻ്റെ പണി കഴിഞ്ഞ്. എനിക്ക് പണി കൂടി. ഈ ചെയ്തു തന്ന ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. താങ്ക് യു. ഇവനെന്റെ അയൽവാസിയാ. അങ്ങനെയാണെങ്കിൽ കഴിച്ചില്ലല്ലോ. പോര്. എന്ത് പറ്റി? എന്താ ഇവിടെ നിൽക്കണേ? എൻ്റെ കൂടെ നാട്ടുകാരുണ്ടായിരുന്നു. ഓനപ്പോൾ കാണാനില്ല. താമസിക്കാനൊരു സ്ഥലമില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നാട്ടുകാർ ഒരു കാലത്ത് വിശ്വസിക്കരുത്. അവർ തരം കിട്ടിയാൽ പറ്റിക്കും. നിന്നെ പറ്റിച്ച നാട്ടുകാരൻ ഒരു കാലത്തും കൊണം പിടിക്കാതെ പോട്ടെ. ഏതായാലും ഒരു കാര്യം ചെയ്യ്, ഇവിടെ നിന്നിട്ട് കാര്യമില്ല. തൽക്കാലം എൻ്റെ കൂടെ പോര്. അതെടുത്തോ. ഇവിടെ നിന്നോ, എനിക്ക് റൂമിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാണ്ട്. ഞാനും അങ്ങോട്ട് വരാം. അപ്പോൾ ഒരു ഇന്നെന്താ അവിടെ എല്ലാവർക്കും നോമ്പാ? ഭക്ഷണമൊന്നും കാണുന്നില്ല. എടാ നന്ദി വേണം, നന്ദി. ഉണ്ടാക്കിയത് മുഴുവൻ വെട്ടി വീഴുമ്പോഴേ നിങ്ങളെ കൂട്ടത്തിൽ ഒരുത്തനും കൂടി ഉണ്ടെന്ന് ബോധം വേണം. ഞാനിവിടെ നിന്ന് എണീറ്റിട്ട് ഒരു ചവിട്ടാൻ കണ്ടി തരൂ. മനുഷ്യൻ ഇവിടെ വിശന്ന് ഭ്രാന്തളകി നിൽക്കുമ്പോൾ അവൻ്റെ ഒരു മോങ്ങല്. അത് ശരി.
അപ്പോൾ ഇവിടെ ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ? തമ്പ്രാൻ രാവിലെ മാർക്കറ്റിൽ പോയതാ, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഓഹോ, അയാളെ മാറ്റി വേറൊരു കുക്കിനെ വെക്കാൻ ഞാൻ പല തവണ പറഞ്ഞതാ. ആര് കേൾക്കാൻ? അനുഭവിക്ക്. എൻ്റെ അല്ലോ, വിശക്കുകയാണെങ്കിൽ ഇങ്ങനെ വിശക്കണം. ആ വന്നല്ലോ തമ്പ്രാൻ. ഓ വന്നോ? ബാഗ് ഈ റൂമിൽ വെച്ചോ, മറ്റേ റൂമിൽ മുഴുക്ക ചെയ്ത്താമര. സംഗതി എന്തായാലും മൂപ്പരുണ്ടാക്കണ ഭക്ഷണം കഴിച്ച് ഇപ്പൊ എന്ത് വിഷം കഴിച്ചാലും ശരീരത്തിന് വെക്കൂല. ഇന്നെന്നാള് പാമ്പ് കഴിച്ചിട്ടേ പാമ്പാണോട ചത്തത്. മൂപ്പര ഭക്ഷണത്തിന്റെ കോടാണ് പോലെ. ഊതല്ലേ കേട്ടോ, ഊതല്ലേ. ഓ, മഹാരാജാവ് തിരുമനസിന് മാർക്കറ്റിൽ പോയി വരാൻ എത്രയാണാവോ സമയം വേണ്ടത്? ഇവിടെ പ്രജകൾ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പ്രായം ഞാൻ നോക്കൂല. കുക്കിന്റെ പണി കൃത്യമായി ചെയ്തിട്ടില്ലെങ്കിൽ മുട്ടുകാല് കയറ്റിയൊന്നും തരും ഞാൻ. മൈൻഡ് യുവർ വേർഡ്സ്. പാന്റ് ഇൻസൈഡ് ആക്കി നടക്കണ കണ്ടാലേ ഇന്ത്യന്റെ അംബാസഡർ ആണെന്ന് തോന്നും. This is my fashion and favorite. Mind it. എന്നാലും കുഞ്ഞാൻ എന്നോട് ചിങ്ങറും വേണ്ട, ഒന്നും പറയണ്ട. എന്നാലും എനിക്ക് എന്നോട് ചെയ്യാൻ തോന്നിയല്ലടാ. സ്വന്തം നാട്ടുകാരനെ അങ്ങനെ പറ്റിച്ച് മുങ്ങാൻ എനിക്ക് എങ്ങനെയാടാ തോന്നിയത്? എന്റെ മക്കളെ